സ്വീകരിച്ച മറ്റ് വേദികളെ മാതാപിതാക്കളെ സുഹൃത്തുക്കളെ പരിസരമുള്ള കുഞ്ഞുമക്കളെ, നമ്മളുടെ രൂപതയുടെ ഗ്രാൻഡ് മിഷൻ പ്രഘോഷണം ഓരോ ഇടവകയിലും വെച്ച് നടത്തുകയാണല്ലോ. ഇടവകയിലെ പള്ളി നിറഞ്ഞ് കവിഞ്ഞ് വിശ്വാസികളെ കൊണ്ടുവന്ന് കാണുന്നതിന് എനിക്ക് പ്രിയമായ സന്തോഷമുണ്ട്. നിങ്ങൾ ദൈവവചനം ശ്രമിക്കുന്നതിനും പ്രഘോഷണത്തിലൂടെ വിശ്വാസത്തിൻ്റെ ആഴങ്ങൾ മനസ്സിലാക്കുന്നതിനും നിങ്ങൾ കാണിക്കുന്ന താല്പര്യം ആണല്ലോ അത്. ഞാൻ 2-3 നിമിഷങ്ങൾ മാത്രമേ എടുക്കുന്നുള്ളൂ. ഈ വചന പ്രഘോഷണ ദിവസങ്ങളിൽ ഞാൻ ചെയ്യുന്ന ഒരു കുഞ്ഞ് ശുശ്രൂഷ യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായത്തിലെ ലാസറിനെ ഉയർപ്പിക്കുന്ന ആ അധ്യായത്തിൽ നിന്ന് ഓരോ സ്ഥലത്തും 1-2 തിരുവചനങ്ങളെ കുറിച്ചുള്ള കുഞ്ഞ് വ്യാഖ്യാനങ്ങൾ നടത്തുകയാണ്. ലാസറും ഭർത്താവും മറിയവും അവര് വഴി കർത്താവ് വിശ്വാസത്തിന്റെ മേഖലകളിലേക്ക് അവരെയും അവരുടെ അയൽപക്കക്കാരെയും എല്ലാം കൊണ്ടുവരുന്നതും നമുക്ക് അറിയാമല്ലോ. മത്തായിയോട് ഈശോ പറഞ്ഞു, വിശ്വസിച്ചാൽ നിനക്ക് ദൈവ മഹത്വം കാണാം. അതാണ് ഇപ്പോൾ ഈ നിമിഷങ്ങളിൽ നമ്മോട് പറയുന്നത്. വിശ്വസിച്ചാൽ ദൈവ മഹത്വം കാണാം. നമ്മളിതുപോലെ ഒന്നിച്ച് പള്ളി നിറഞ്ഞ ആളുകൾ ഒന്നിച്ചിരുന്ന് വചനം കേൾക്കുമ്പോൾ ദൈവമഹത്വം നമ്മൾ കാണുകയാണ്, അനുഭവിച്ച് അറിയുകയാണ്. ഞാൻ വിശദീകരിക്കുന്ന 2 തിരുവചനങ്ങൾ ഇവിടെ ഒന്ന് വായിക്കാം. ഈശോ അവരോട് പറഞ്ഞു, പകലിന് 12 മണിക്കൂറുകളില്ലേ? പകൽ നടക്കുന്നവൻ തട്ടി വീഴുന്നില്ല, ലോകത്തിന്റെ പ്രകാശം അവൻ കാണുന്നു. രാത്രി നടക്കുന്നവൻ തട്ടി വീഴും, കാരണം അവന് പ്രകാശമില്ല. ഇവ പറഞ്ഞതിന് ശേഷം അവൻ പറഞ്ഞു, നമ്മുടെ സ്നേഹിതനായ ലാസർ ഉറങ്ങുകയാണ്, അവനെ ഉണർത്താൻ ഞാൻ പോകുന്നു. ശിഷ്യന്മാര് പറഞ്ഞു, കർത്താവെ, ഉറങ്ങുകയാണെങ്കിൽ അവൻ സൗഖ്യം പ്രാപിക്കും. ഈ തിരുവചനങ്ങളെ കുറിച്ചുള്ളൊരു ചെറിയ വിശദീകരണം. പകലിന് 12 മണിക്കൂറുകളില്ലേ? ഈശോ തന്നെ യഥാർത്ഥ പകലായിട്ട്, സൂര്യനായിട്ട്, പ്രകാശമായിട്ട് അവതരിപ്പിക്കുകയാണ്. പകല് എന്ന് പറയുന്നത് ഈശോ തന്നെയാണ്, ദൈവം തന്നെയാണ്, ദൈവത്തിന്റെ പ്രകാശമാണ്. ദൈവമാകുന്ന ആ വെളിച്ചത്തില് ആ വിശ്വാസം മനസ്സിൽ കാത്ത് പരിപാലിച്ച് നമ്മൾ നടക്കുമ്പോൾ നമ്മൾ വീഴുന്നില്ല. എപ്പോഴും പകലാണ്, ഈശോയുടെ കൂട്ടത്തിലാണ്. ഈശോയാണ് നമ്മെ കൊണ്ടു നടക്കുന്നത്. ആ പകലിന് കർത്താവിന് 12 മണിക്കൂറുകളില്ലേ? ഈശോ തന്നെ ചോദിക്കുകയാണ്, എനിക്ക് 12 മണിക്കൂറുകളില്ലേ? അത് കർത്താവ് വരാനിരിക്കുന്ന പ്രീച്ചിങ്ങിനെ മനസ്സിൽ കരുതി ചോദിച്ചതാണ്. എനിക്ക് 12 സ്ലീഹന്മാരില്ലേ? പകലാകുന്ന ഈശോയുടെ ആ പ്രകാശം പരിരക്ഷിക്കുന്ന 12 സ്ലീഹന്മാരില്ലേ? അവരെ നിങ്ങൾ കേൾക്കുമ്പോൾ, അവരെ നിങ്ങൾ മനസ്സിൽ ധ്യാനിക്കുമ്പോൾ നിങ്ങൾ ഒരിക്കലും വീഴുകയില്ല. വീഴുന്നത് ഈ പ്രകാശത്തിൽ നിന്ന് നമ്മൾ മാറുമ്പോഴാണ്. സ്പിരിച്വൽ ഡേ, ആധ്യാത്മിക ദിവസം തന്നെയായ കർത്താവിൽ നിന്ന് നമ്മൾ മാറുമ്പോഴാണ്. പരിശുദ്ധ ബെനഡിക്ട് പിതാവ് ഒരിക്കൽ പറഞ്ഞല്ലോ, ഇന്ന് ഗോഡ് എക്ലിപ്സ്, ദൈവഗ്രഹണം സംഭവിക്കുന്ന ഒരു കാലമാണ്. ദൈവഗ്രഹണം, ദൈവത്തെക്കുറിച്ച് പറയാന്, കേൾക്കാന്, സംസാരിക്കാന് ഇഷ്ടമില്ലാത്തത് കൊണ്ട് ആ മേഖലയെല്ലാം ഇരുണ്ട് കിടക്കുകയാണ്. ദൈവത്തെക്കുറിച്ച് ആർക്കും അറിയത്തില്ല, ആരും സംസാരിക്കുന്നില്ല. ആ പകല് നമ്മളുടെയൊക്കെ മനസ്സിലെ ഹൃദയങ്ങളിലൊക്കെ ഇരുട്ടായിട്ട് വെളിച്ചമില്ലാതെ മങ്ങി കിടക്കുകയാണ്. എവരിത്തോസ് പാപ്പ ബെനഡിക്ട് പിതാവിന്റെ പുസ്തകത്തിൽ പ്രത്യേകം പറഞ്ഞിരിക്കുന്ന കാര്യവും അതാണ്.
ഈ 12 മണിക്കൂറുകള് ഈ 12 സ്ത്രീഹന്മാര് ലോകത്തിൽ ദൈവം വരച്ചിട്ടിരിക്കുന്ന റോഡ് മാപ്പാണ്. പണ്ട് ഡ്രൈവർമാരെല്ലാം റോഡ് മാപ്പുകൾ കൊണ്ടു നടക്കും, ഡ്രൈവിങ്ങിന് വഴിതെറ്റിപ്പോകാതിരിക്കാനും. ഇന്ന് മറ്റു സാങ്കേതിക സംവിധാനങ്ങളെല്ലാം ഉണ്ട്. ഈ സ്ത്രീഹന്മാര് നമുക്ക് റോഡ് മാപ്പാണ്. ആ മാപ്പ് ഉപയോഗിച്ച് നമ്മൾ ജീവിക്കുമ്പോഴാണ് നമുക്ക് വഴിതെറ്റാതെ ജീവിക്കാൻ സാധിക്കുന്നത്. കർത്താവ് മുൻകൂട്ടി അവരോട് അത് പറഞ്ഞു. കർത്താവ് ലാസറിന്റെ പക്കലേക്ക് പോകാനായി തുടങ്ങിയപ്പോൾ ശിഷ്യന്മാര് തടഞ്ഞു. നിന്നെ അവരല്ലേലും കല്ലെറിയാനിരിക്കുകയാണ്. ഇനി ലാസറിന്റെ കാര്യവും പറഞ്ഞ് അവിടെ ചെന്നാൽ ഉറപ്പാണ് അവരുടെ കല്ല് നിനക്ക് വേണ്ടി ഉപയോഗിക്കും, അത് ഉറപ്പാണ്. അല്ലെങ്കിൽ തന്നെ ഇത് കിട്ടും. അപ്പോഴാണ് ഈ ബന്ധവും പറഞ്ഞ് അവിടെ ചെല്ലുന്നത്. അതുകൊണ്ടാണ് ഈശോ അവരോട് പറഞ്ഞത്, നിങ്ങൾ പകലിനെ മനസ്സിലാക്കുന്നില്ല, പ്രകാശം എന്താണെന്ന് മനസ്സിലാക്കുന്നില്ല. ഈശോയുടെ മരണോത്ഥാനത്തിലൂടെ ലോകത്തിന് കിട്ടേണ്ട ആ പ്രകാശത്തെ നിങ്ങൾ തടയുകയാണ്. അതാണ് ഈശോ അവിടെ അർത്ഥമാക്കുന്നത്. ഈ പകല് ജ്വലിക്കുവാനായിട്ട് നിങ്ങൾ സമ്മതിക്കുന്നില്ല, നിങ്ങൾ തടസ്സം നിൽക്കുകയാണ്. ഒരു കുട്ടി അധ്യാപകനെ തടയുന്നത് പോലെ നിങ്ങൾ എനിക്ക് തടസ്സം നിൽക്കുകയാണ്. ആ തടസ്സമാണ് അടുത്ത വാക്യങ്ങളിലൂടെ വ്യക്തമാക്കുന്നത്. ഇവ പറഞ്ഞ ശേഷം ഈശോ പറഞ്ഞു, നമ്മുടെ സ്നേഹിതനായ ലാസർ ഉറങ്ങുകയാണ്, അവനെ ഉണർത്താൻ ഞാൻ പോകുന്നു. ഐ ഗോ, ഞാൻ പോവുകയാണ് അവനെ ഉണർത്താനായിട്ട്. അപ്പോഴും ശിഷ്യന്മാർക്ക് കാര്യം മനസ്സിലായില്ല. ശിഷ്യന്മാര് പറഞ്ഞു, കർത്താവേ, ഉറങ്ങുകയാണെങ്കിൽ അവൻ തിരിഞ്ഞു കിടന്ന് ഒന്നുകൂടെ ഉറങ്ങിക്കോട്ടെ. ഉറക്കം കഴിയുമ്പോൾ നല്ല സുഖം കിട്ടും, നല്ല വിശ്രമമാണ്, രോഗശാന്തി കിട്ടും. അവൻ ഉറങ്ങുകയാണെങ്കിൽ അവിടെ കിടന്നോട്ടെ. ചുമ്മാ എന്തിനാ ഉറങ്ങുന്ന ഒരാളിനെ പോയി വിളിച്ച് എഴുന്നേൽപ്പിച്ച് ശല്യപ്പെടുത്തുന്നത്? അവർക്ക് അപ്പോഴും കാര്യം മനസ്സിലാകുന്നില്ല. അപ്പോൾ ഈശോ അവരോട് വ്യക്തമായിട്ട് പറഞ്ഞു, ലാസർ മരിച്ചു, അവൻ ഉറങ്ങുകയാണ് എന്ന് പറഞ്ഞപ്പോഴും ശിഷ്യന്മാർക്ക് കാര്യങ്ങൾ മനസ്സിലാകാതെ ഈ പ്രകാശം എന്താണെന്നും ആ പ്രകാശം എന്താണ് ചെയ്യാൻ പോകുന്നതെന്നും അവർക്ക് പിടികിട്ടുന്നില്ല. നമ്മളിൽ പലരും പറയുന്ന പോലെ പറഞ്ഞു, അവൻ ഉറങ്ങിയാണെങ്കിൽ അവിടെ കിടന്നോട്ടെ, ഉറക്കം കഴിയുമ്പോൾ നിദ്ര കഴിയുമ്പോൾ നല്ല സുഖം കിട്ടും. പക്ഷെ കർത്താവ് ഉദ്ദേശിച്ചത് അതൊന്നുമല്ലല്ലോ. അവിടെയാണ് നമുക്ക് തിരുവചനങ്ങൾ ഓരോന്നും നമ്മൾ എടുത്ത് പഠിക്കേണ്ടതിന്റെ ആവശ്യകത. ഈശോ പറഞ്ഞത് ലാസറിന്റെ മരണത്തെക്കുറിച്ചാണല്ലോ. മറുവശത്ത് സഭയുടെ പിതാക്കന്മാര് പറയും, നമുക്ക് ആരെയെല്ലാം ഉണർത്താൻ പറ്റാതെ കിടക്കുന്നുവോ അവരെല്ലാം നമുക്ക് മരിച്ചവരാണ്. നമ്മളൊരു മരിച്ച വീട്ടിൽ ചെല്ലുന്നു, അവരെ ഉണർത്താൻ നമുക്ക് കെൽപ്പില്ല, നമ്മുടെ വചനങ്ങൾക്ക് ശക്തിയില്ല, നമ്മൾ പറയുന്നത് മരിച്ചവൻ കേൾക്കുന്നില്ല. പക്ഷേ ദൈവത്തിന്റെ ശബ്ദം മരിച്ചവരും കേൾക്കും. മരിച്ചവരെല്ലാവരും ഉയർത്തെഴുന്നേൽക്കും അവന്റെ ശബ്ദം കേൾക്കുമ്പോൾ. ആ ശബ്ദം കേൾപ്പിക്കാനാണ് ഈശോ ലാസറിന്റെ പക്കലേക്ക് പോകുന്നത്. 3 മരണങ്ങള്, ഉയർപ്പുകള് സുവിശേഷത്തിലുണ്ടല്ലോ. ഒരു കുട്ടി വീട്ടിൽ മരിച്ചു കിടക്കുന്നു, അതൊരു പാപം വഴി ഇരുട്ട് ബാധിച്ച ഏതൊരു വ്യക്തിയുമാണ്. മറ്റൊരവസരത്തിൽ ഒരു കുട്ടി മരിച്ച് അടക്കപ്പെടാൻ വേണ്ടി സിമിത്തേരിയിലേക്ക് കൊണ്ടുപോവുകയാണ്. വഴിയിൽ വെച്ച് ശവമഞ്ചത്തിൽ തൊട്ട് ഈശോ ജീവൻ കൊടുക്കുകയാണ്. പാപം വഴി ദൈവത്തിൽ നിന്നകന്ന് അവൻ വീണ്ടും തിന്മയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. 3ാമത് ലാസർ മരിച്ച് 4 ദിവസം കഴിഞ്ഞ് ചീഞ്ഞു തുടങ്ങി. ഈ 3 അവസ്ഥയിൽപ്പെട്ടവരെയും മരിച്ച് വീട്ടിലിരിക്കുന്നു, മരണം ഉറപ്പായി സിമിത്തേരിയിലേക്ക് കൊണ്ടുപോകുന്നു, അടക്കിക്കഴിഞ്ഞ് ദുർഗന്ധമുണ്ടാകുമെന്ന് പറഞ്ഞ ആളുകൾ നിൽക്കുന്നു. അതെല്ലാം നമ്മളുടെ ആധ്യാത്മിക അവസ്ഥകൾ കൂടിയാണ്. ആ കുടീരങ്ങളാണ് ഈശോ തുറക്കുന്നത്. അത് തുറക്കപ്പെടണമെങ്കിൽ യഥാർത്ഥ പകലായ ഈശോയെ നമ്മൾ അറിയണം. പകലിന് 12 മണിക്കൂറുകളുണ്ട്. ആ മണിക്കൂറുകളാണ് അതിനെ പ്രതിനിധാനം ചെയ്യുന്ന ഈശോയാണ് എല്ലാ മരിച്ചവരെയും ഉയർപ്പിക്കുന്നത്.
നീ വിശ്വസിക്കുന്നെങ്കിൽ ദൈവമഹത്വം കാണും. നമ്മൾ ഈ ഗ്രാൻഡ് മിഷൻ നടത്തുമ്പോഴും നമ്മളുടെ എല്ലാവരുടെയും മനസ്സിലുള്ള ചിന്തയും അതാണല്ലോ. തിരുവചനങ്ങളുടെ ആഴങ്ങളിലേക്ക് ഇറങ്ങി ആ ഒരു വലിയ സന്തോഷം നമ്മൾ അനുഭവിക്കുമ്പോൾ നമ്മളും ഉയർപ്പിക്കപ്പെടുകയാണ്. നമ്മളെ കാണുന്നവർക്കും ഉയർപ്പിന്റെ സന്തോഷം കൊണ്ടു നടക്കുന്നവരാണ് നമ്മളെന്ന് തോന്നുന്നു. നമുക്ക് ഈ തിരുവചനങ്ങളെ മനസ്സിൽ സൂക്ഷിക്കാം. ഇന്നും നാളെയുമായിട്ട് നിങ്ങളുടെ വീടുകളിൽ എല്ലാവരും യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായം വായിക്കണം. ഇതിലൊരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിലെ 2 തിരുവചനങ്ങളുടെ കുഞ്ഞ് വ്യാഖ്യാനം മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. നമുക്ക് കർത്താവിന് നന്ദി പറയാം. നിങ്ങളുടെ സജീവമായ സാന്നിധ്യത്തിന് പ്രിയപ്പെട്ട വിചാരിച്ചതിന്റെ പേരിൽ ഞാൻ പ്രത്യേകമായിട്ട് നന്ദി പറയുന്നു. ഈ കാര്യത്തിന്റെ ഗൗരവം മനസ്സിലാക്കി അച്ഛൻ നിങ്ങളെ ഒരുക്കി എന്ന് കാണുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. നിങ്ങളുടെ എല്ലാവരെയും വിശുദ്ധ അൽഫോൻസാമയിലൂടെ